ഹായ്, ഞാൻ സുബിൻ വി ആർ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമാണ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ലൈവ് ITR-1 ഫയലിംഗ് ആണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യും. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായിട്ടും തയ്യാറാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുറച്ച് കാര്യങ്ങളെ കൂടി ഒരു മിനിറ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ലൈവ് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ITR ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫോം 16 ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോം 16 നമ്മുടെ തൊട്ടടുത്ത് തന്നെ വെക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഫോം 16 ഇല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ ഡിഡക്ഷൻസിന്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സാലറിയുടെ അല്ലെങ്കിൽ പെൻഷന്റെ ഡീറ്റെയിൽസുകൾ, പലിശ വരുമാനം, ബാങ്കുകളിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള പലിശ വരുമാനം, ഡിവിഡൻഡ് ഇൻകം, നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നും ഡിവിഡൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഇൻകം കൂടി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ്, സെക്ഷൻ 80C ഡിഡക്ഷൻസ്, ഒരുപാട് ഐറ്റംസ് അതിൽ വരുന്നുണ്ട്. സെക്ഷൻ 80D ഡിഡക്ഷൻസ്, മെഡിക്കൽ എക്സ്പെൻസസ്, ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയ കാര്യങ്ങൾ. 80Gയിൽ വരുന്ന ഡൊണേഷൻസ്, നമ്മൾ പരാമർശിക്കാത്ത മറ്റ് ഡിഡക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എല്ലാ ഡിഡക്ഷൻസും. കൂടാതെ നിങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അരിയർ സാലറി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫോം നമ്പർ 10 ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വീഡിയോ പരമാവധി ലെങ്ത് കുറച്ച് കണ്ടന്റ് ഫുൾ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സെഗ്മെന്റും സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് 26IS എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ AIS എങ്ങനെയാണ് നോക്കുക, ഇതെല്ലാം വീഡിയോയിൽ ഏത് മിനിറ്റിൽ ഏത് സെക്കൻഡിലാണ് വരുന്നത് എന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ പോർഷനിലേക്ക് ജമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോം നമ്പർ 10 ഫയലിങ്ങിനെ കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എങ്ങനെയാണ് ഓൺലൈനായിട്ട് ടാക്സ് അടയ്ക്കേണ്ടത്, ടാക്സ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചലാൻ ഫില്ല് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വീഡിയോകളും ഈ വീഡിയോയ്ക്ക് ശേഷം കാണിക്കുന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 ഫയലിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടാക്സ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കണ്ടു നോക്കുക. ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. incometax.gov.in, ഇതാണ് ഇൻകം ടാക്സിൻ്റെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് വരുന്നത്. ഇതിൽ ലോഗിൻ ചെയ്യുക. ഇൻകം ടാക്സിൽ എങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ട് നമ്മൾ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പാൻ നമ്പർ കൊടുത്തതിന് ശേഷം പാസ്വേഡ് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക, കണ്ടിന്യൂ. അപ്പോൾ ഇതാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഹോം പേജ് വരുന്നത്. ആദ്യം തന്നെ നമ്മൾ മൈ പ്രൊഫൈൽ എടുത്തിട്ട് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമൊക്കെ ഒന്ന് കൺഫേം ചെയ്യുക. അതുമാത്രമല്ല, ബാങ്ക് അക്കൗണ്ട് എല്ലാം പ്രീ വാലിഡേറ്റഡ് ആണ് എന്ന് നമ്മളൊന്ന് കൺഫേം. മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ഈ ഫയലിലെ ഫോം 26IS നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. വ്യൂ ടാക്സ് ക്രെഡിറ്റ് 26IS എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അസസ്മെന്റ് ഇയർ 23-24 വ്യൂ ആസ് HTML സെലക്ട് ചെയ്തിട്ട് വ്യൂ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേരിൽ വന്നിട്ടുള്ള TDSനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, പകരം പക്ഷേ ഇവിടെ അതിൽ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അവിടെ ഫോം 15G അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്കിവിടെ പെൻഷൻ 192 എന്ന് കാണിക്കുന്നത് സാലറി അല്ലെങ്കിൽ പെൻഷനാണ്. 194A എന്ന് കാണിക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ട്രഷറിയിൽ നിന്നും പെൻഷനും ഇൻട്രസ്റ്റ് വരുമാനവും ലഭിച്ചിട്ടുണ്ട്. മറ്റ് സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് പലിശ വരുമാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വരുമാനത്തിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ കൃത്യമായിട്ട് ഈ ഫോം 26IS നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, മറ്റെന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതുകൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഇൻകം എന്നുള്ളൊരു ടാബ് നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട്. അതുമാത്രമല്ല, താഴെ എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ നമ്മൾ ഫോം 26ISൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസുകളാണുള്ളത് ചെയ്യുക. നമ്മൾ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായിട്ടും 26ISും AISും നോക്കുക. നമ്മൾ 26IS നോക്കിക്കഴിഞ്ഞു. ഇനി AIS കാണാനായിട്ട് സർവീസസിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക, പ്രൊസീഡ്സ് കൊടുക്കുക. അതിൽ AIS എന്നുള്ളൊരു ടാബ് സെലക്ട് ചെയ്യുക. ബൈ ഡിഫോൾട്ട് ഫിനാൻഷ്യൽ ഇയർ 23-24 ആണ് വന്നിട്ടുണ്ടായിരിക്കുക. നമ്മളത് 22-23 സെലക്ട് ചെയ്യുക. ദെൻ ടാക്സ് പെയർ ഇൻഫർമേഷൻ, നമുക്ക് സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് TIS കാണാനായിട്ട് ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ സാലറി അല്ലെങ്കിൽ പെൻഷൻ ഡീറ്റെയിൽസ്, സേവിങ്സ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഫ്രം ടൈം ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് കാണാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ എല്ലാ വിവരങ്ങളും നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. കാരണം AISും 26ISും എല്ലാം കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നോക്കുക.
അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഇൻകം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ TDS TCS ഇൻഫർമേഷനിൽ ഇൻട്രസ്റ്റിൻ്റെയും സാലറിയുടെയും ഡീറ്റെയിൽസുകളാണ് വന്നിരിക്കുന്നത്. SFT ഇൻഫർമേഷൻ ഇത് റിപ്പീറ്റേറ്റീവ് ആയിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ടൈം ഡെപ്പോസിറ്റ് തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. പേയ്മെൻറ്റ് ഓഫ് ടാക്സസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അടച്ചിട്ടുള്ള ടാക്സിൻ്റെ ഡീറ്റെയിൽസുകളാണ് കാണാനായിട്ട് കഴിയുക. അത് ചിലപ്പോൾ അത് കഴിഞ്ഞ വർഷം റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ അടച്ച ടാക്സുകളായിരിക്കും. അത് ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക് റെലവൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എന്തെങ്കിലും ഡിമാൻഡോ റീഫണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ASലുള്ള എല്ലാ വരുമാനങ്ങളും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. ഇനി നമുക്ക് ഈ ഫയലിങ്ങിലേക്ക് കടക്കാം. ഇതിൽ ഫയൽ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫയലിൽ ഇൻകം ടാക്സിൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ സെലക്ട് ചെയ്യുക. അവിടെ അസസ്മെൻറ്റ് ഇയർ 2023-24 കറണ്ട് അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുക. അതിൽ ഓൺലൈൻ എന്നുള്ളൊരു മോഡ് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ. ദെൻ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ്. നമ്മൾ ഇൻഡിവിജ്വലാണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് സെലക്റ്റഡ് ആണ്. കണ്ടിന്യൂ. ITR ഫോം സെലക്ട് ചെയ്യുക. നമ്മൾ ITR 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സാലറി അല്ലെങ്കിൽ പെൻഷൻ, ഇൻട്രസ്റ്റ് ഇൻകം, ഹൗസിംഗ് ലോൺ, ഒരു ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള വരുമാനം, ഇത് മാത്രമാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ ITR 1 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 50 ലക്ഷം രൂപയിൽ താഴെയാണ് വരുമാനം അല്ലെങ്കിൽ സെക്ഷൻ 194N പ്രകാരം TDS പിടിച്ചിട്ടില്ലെങ്കിൽ ITR 1 യൂസ് ചെയ്യാം. അഗ്രികൾച്ചർ ഇൻകം 5000 രൂപയിലും താഴെയാണ്, അങ്ങനെയാണെങ്കിൽ പോലും ITR 1 യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൊസീഡ് വിത്ത് ITR 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ടാക്സബിൾ ഇൻകം, നമ്മളുടെ ഈ കേസിൽ ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ എക്സംഷൻ ലിമിറ്റ്, അതായത് 2.5 ലക്ഷം അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം, ഇതിൽ കൂടുതലാണ് നമ്മളുടെ ഇൻകം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ സെക്ഷൻ 139(1) പ്രകാരം ചില ആളുകൾ കമ്പൽസറിലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് TDS റീഫണ്ടുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതേഴ്സ് ക്ലിക്ക് ചെയ്യുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മളുടെ ITR ഫോംസ് പ്രീ ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഫിൽ ചെയ്താൽ മതി. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൽ ബേസിക്കലി 5 സെഗ്മെൻറ്റുകളാണുള്ളത്. ഒന്ന് പേഴ്സണൽ ഇൻഫർമേഷൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം, അതായത് വരുമാനങ്ങളുടെ ഭാഗം, പിന്നെ ഡിഡക്ഷൻസിൻ്റെ ഭാഗം, ടാക്സ് പേ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് പെയ്ഡ് എന്നുള്ളൊരു പോർഷൻ, പിന്നെ ടാക്സ് ലയബിലിറ്റി, ഇങ്ങനെ 5 ഭാഗങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് വൺ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇത് ഓൾമോസ്റ്റ് ഫിൽഡ് ആയിരിക്കും. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാം. നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇതിൽ പെൻഷനേഴ്സാണ്, പബ്ലിക് സെക്ടർ, സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സാണ്. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഫയൽഡ് അണ്ടർ സെക്ഷൻ 139(1), അതായത് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുൻപാണെന്നുണ്ടെങ്കിൽ 139(1) ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് നോട്ടീസ് എന്തെങ്കിലും വന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പോർഷൻ സെലക്ട് ചെയ്യണം, 148 അല്ലെങ്കിൽ 139(1) എന്നുള്ളത്. ആർ യു ഒപ്റ്റിംഗ് ഫോർ ന്യൂ ടാക്സ് റെജീം, ന്യൂ ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ന്യൂ ടാക്സ് റെജീം അല്ല ഒപ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ നോ കൊടുക്കുകയാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ ന്യൂ ടാക്സ് റെജീം അത്രയ്ക്ക് ഒരു ബെനിഫിഷ്യൽ ആയിരുന്നില്ല. ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ തൊട്ട്, അതായത് 2023-24 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് പല ആളുകൾക്കും ഒരു പക്ഷേ ന്യൂ ടാക്സ് റെജീം ആയിരിക്കാം ഗുണകരമായിട്ട് വരുന്നത്. നമ്മളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓൾഡ് ടാക്സ് റെജീമാണ് ഒപ്റ്റ് ചെയ്യുന്നത്. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മൾ ഓൾറെഡി ഇവിടെ പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് അനദർ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് പേഴ്സണൽ ഇൻഫർമേഷനിൽ ഉള്ളത്. നമ്മളത് കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ പേഴ്സണൽ ഇൻഫർമേഷനിൽ ഒരു ഗ്രീൻ കളറിൽ കൺഫേംഡ് എന്നുള്ളൊരു ടിക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം, നിങ്ങളുടെ വരുമാനത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ളതിൽ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സംഷൻ, സെക്ഷൻ 10 പ്രകാരം എക്സംഷൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ പലതും വളരെ റെയർ ആയിട്ടുള്ള എക്സംഷൻസ് ആണ്. സെക്ഷൻ 10(13)(a) പ്രകാരം HRA നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം 16 നോക്കുക. നിങ്ങൾ HRA ക്ലെയിം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് യെസ് കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. HRA നിങ്ങൾ യെസ് കൊടുക്കുക. ബാക്കിയുള്ളത് ലീവ് ട്രാവൽ കൺസെഷൻ, നമ്മളുടെ കേസിൽ ഇത് വരുന്നില്ല. ദെൻ സ്കിപ്പ് ദ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്.
ഇനി വരുന്നത് വെരിഫൈ യുവർ ഇൻകം സോഴ്സ് ഡീറ്റെയിൽസ്, ഇൻകം ഫ്രം സാലറി. ഈ ഡീറ്റെയിൽസ് വരുന്നത് നമ്മളുടെ TDS റിട്ടേണിൽ നിന്നാണ് ഈ ഡീറ്റെയിൽസ് ബൈ ഡിഫോൾട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിവിടെ എഡിറ്റ് എന്നുള്ളൊരു ടാബിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അല്ല നിങ്ങളുടെ ഫോം 16 പ്രകാരം കറക്റ്റായിട്ടാണ് സാലറി വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രോസ് സാലറി, നെറ്റ് സാലറി, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുത്തിട്ടുണ്ട്. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ഹൗസിംഗ് ലോണിൻ്റെ ഡീറ്റെയിൽസുകളും അതുപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ ഇല്ല, പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻ്റൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെൻ്റൽ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ ഇല്ല അല്ലെങ്കിൽ റെൻ്റൽ ഇൻകം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെ സെൽഫ് ഒക്യുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ഇവിടെ നിങ്ങൾക്ക് പരമാവധി കൊടുക്കാനായിട്ട് സാധിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ദെൻ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപ്രകാരം നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ കേസിൽ 1,80,000 ആണ് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. നമ്മളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ 1,80,000 അത് മൈനസ് ചെയ്തിട്ട് ലെസ് ചെയ്തിട്ട് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇതിൽ ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട്, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഇൻകം ടാക്സ് റീഫണ്ട് ലഭിച്ചപ്പോൾ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾക്കിവിടെ ആഡ് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട്, സേ 500 rupees ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിച്ചതെങ്കിൽ ഈ 500 rupees നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ ഇൻട്രസ്റ്റ് ഫ്രം, നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ടിക്ക് കൊടുക്കുക, തൊട്ട് മുകളിലുള്ള ടാബിൽ പോയിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്സ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ബൈ ഡിഫോൾട്ട് ഇവിടെ TDS റിട്ടേണിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് TDS പിടിച്ചിട്ടുള്ള അക്കൗണ്ടുകളുടെ മാത്രം ഇൻട്രസ്റ്റ് ആണ്. ഇത് മാത്രമല്ല നിങ്ങൾക്ക് മറ്റ് പല അക്കൗണ്ടുകളിലും, ഉദാഹരണത്തിന് കോപ്പറേറ്റീവ് ബാങ്കുകൾ, നിധി കമ്പനികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സേ ഇവിടെ 1,90,000 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത്. TDS പിടിച്ച ഇൻട്രസ്റ്റും TDS പിടിക്കാത്ത ഇൻട്രസ്റ്റും അടക്കം 1,90,000 ആണ് ഇൻട്രസ്റ്റ് ഇൻകം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം സാലറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ചെയ്തു. ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതിൽ ഇൻകം ടാക്സ് റീഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്സ്, നമുക്ക് ഡെപ്പോസിറ്റ്സിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും വരുമാനം നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് ആഡ് ചെയ്യാം. ഡു യു ഹാവ് ഇൻട്രസ്റ്റ് ഇൻകം ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ ഇന്ത്യ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അത് ആഡ് ചെയ്യാനായിട്ട് കഴിയും. 80TTA പ്രകാരം അല്ലെങ്കിൽ 80TTB പ്രകാരം നിങ്ങൾക്ക് എക്സംഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 7,000 rupees ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാം. ഡു യു ഹാവ് ഇൻകം ടാക്സ് റീഫണ്ട്, നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വാർട്ടറിലാണ് ഡിവിഡൻഡ്, ലാസ്റ്റ് ക്വാർട്ടറിൽ നിങ്ങൾക്ക് 1,500 rupees ഡിവിഡൻഡ് ലഭിച്ചിട്ടുണ്ട് പല കമ്പനികളിൽ നിന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിവിഡൻഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ മറ്റെന്തെങ്കിലും വരുമാനം നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് അനദർ എന്നുള്ളൊരു ഓപ്ഷനിൽ ആഡ് ചെയ്യാം. അത് നമ്മളുടെ മുകളിലായിട്ട് ഇപ്പോൾ ഇൻകം ടാക്സ് റീഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ് ഇൻകം, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ ഒരു പുതിയൊരു റോ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഗ്രോസ് ടോട്ടൽ ഇൻകം, അപ്പോൾ ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം വന്നു കഴിഞ്ഞു. നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം വന്നിരിക്കുന്നത് സാലറി ഇൻകം, അതിനുകൂടെ നിങ്ങളുടെ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് FD ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള എല്ലാം കൂടിയിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം വന്നിരിക്കുന്നത് 8,98,428 രൂപയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സംപ്റ്റ് ഇൻകം ഡിക്ലെയർ ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് പ്രത്യേകിച്ച് ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും എക്സംപ്റ്റഡ് ആയിട്ട് വരാം. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സംപ്റ്റഡ് ആയിട്ട് വരാം. ഈ സന്ദർഭത്തിൽ ഇത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്, <5,000 അടുത്ത് നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. സെക്ഷൻ 10(10)D പ്രകാരം നിങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസിയിൽ എന്തെങ്കിലും മെച്യൂരിറ്റി എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സെലക്ട് ചെയ്യുക. ദെൻ അത് എമൗണ്ട് എത്രയാണെന്ന് കൊടുക്കുക, ആഡ് ചെയ്യുക. അപ്പോൾ എക്സംപ്റ്റ് ഇൻകം ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം സെക്ഷൻ 10 അത് കാണിച്ചിരിക്കേണ്ടതാണ്. നമ്മൾക്ക് ഇവിടെ എക്സംപ്റ്റ് ഇൻകം ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് കൺഫേം ചെയ്യുകയാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും പേഴ്സണൽ. അപ്പോൾ നമ്മളുടെ 5 സെഗ്മെൻറ്റുകളിൽ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2 സ്ഥലങ്ങളിൽ ടിക്ക് വന്നിട്ടുണ്ട്, ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ടോട്ടൽ ഡിഡക്ഷൻസിലേക്കാണ് പോകുന്നത്. ആർ യു എലിജിബിൾ ടു ക്ലെയിം ഡിഡക്ഷൻ ഫോർ ഡൊണേഷൻ പെയ്ഡ്? നിങ്ങൾ സെക്ഷൻ 80G പ്രകാരം നിങ്ങൾ ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൊണേഷൻ ഷെഡ്യൂൾ ഫോർ 80G ഈസ് റിക്വയർഡ് ടു ബി ഫിൽഡ് എന്ന് വരും. വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ് സെക്ഷൻ 80C ഡിഡക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് അത് 80C ഡിഡക്ഷൻസിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ സ്കൂൾ ഫീസ്, ഇൻഷുറൻസ് പോളിസിയുടെ എമൗണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ പേയ്മെൻറ്റുകൾ, അല്ലെങ്കിൽ ELSS പരമാവധി 1,50,000 രൂപയാണ് നിങ്ങൾക്ക് 80Cയിൽ ഡിഡക്ഷനായിട്ട് എടുക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ 1,50,000 അടുത്ത് നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് 1,50,000 എന്ന് നമ്മൾ ആഡ് ചെയ്യുന്നു. 80D സെക്ഷൻ 80D എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ യെസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളിവിടെ 80Dയിൽ എക്സ്പെൻസസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 80D ഈസ് റിക്വയർഡ് ടു ബി ഫിൽഡ്. സെക്ഷൻ 80E എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോണിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ളൊരു പോർഷനാണ്. അത് അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സീലിംഗ് ലിമിറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷൻ 80E നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 80TTB നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണ്. നിങ്ങൾ സെക്ഷൻ 80TTB പ്രകാരം നിങ്ങൾക്ക് 50,000 രൂപ വരെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് കിഴിവ് ലഭിക്കുന്നതാണ് സെക്ഷൻ 80TTB പ്രകാരം. അപ്പോൾ അത് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് യെസ് കൊടുക്കുക. ആർ യു എലിജിബിൾ ടു ക്ലെയിം ഫോർ എനി അതർ ഡിഡക്ഷൻ? ഓക്കെ, നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ഡിഡക്ഷൻസിൻ്റെ പാർട്ടിൽ വരുന്നത് 80C ആണ്. 80C നമ്മൾ ഓൾറെഡി 1,50,000 കൊടുത്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഡിഡക്ഷൻസ് 80CCD2 എല്ലാം NPSകാർക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 80CCD സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം നമുക്കിവിടെ വരുന്നുണ്ട്. ഇഫ് യു ആർ എൻ ഇൻഡിവിജ്വൽ വെദർ യു or any of your family members excluding parents is a senior citizen. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന ആൾ സീനിയർ സിറ്റിസൺ ആണ്. അതുകൊണ്ട് ഇവിടെ യെസ് കൊടുക്കുന്നു. അപ്പോൾ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പരമാവധി 50,000 രൂപ വരെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് 5,000 റുപ്പീസാണ് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഐദർ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ് നമുക്ക് ക്ലെയിം ചെയ്യാം. നമുക്കിവിടെ മെഡിക്കൽ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. 45,000 ആണ് മെഡിക്കൽ എക്സ്പെൻസസ് വന്നിരിക്കുന്നത്. 5,000 റുപ്പീസിന് നമുക്ക് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പും നടത്തിയിരുന്നു. അപ്പോൾ 50,000 രൂപ, പരമാവധി 50,000 രൂപയാണ് ആ സെഗ്മെൻറ്റിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയുന്നത്. വെദർ എനി ഓഫ് യുവർ പാരൻസ് ഈസ് എ സീനിയർ സിറ്റിസൺ. പാരൻസ് സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ പാരൻസിനും ഇതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസസ് വന്നിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരമാവധി 50,000 രൂപ വരെയാണ് നമുക്ക് മെഡിക്കൽ എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എലിജിബിൾ എമൗണ്ട് ഇപ്പോൾ നമ്മളിവിടെ മെഡിക്കൽ എക്സ്പെൻസസ് കൂടുതൽ വന്നു എന്ന് കരുതുക, 80,000 വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ എലിജിബിൾ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ 1 lakh ആണ്. അപ്പോൾ നമ്മൾ 80Dയുടെ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 80G ഡൊണേഷൻസ് എൻറ്റൈറ്റിൽഡ് ഫോർ 100% ഡിഡക്ഷൻ വിത്തൗട്ട് ക്വാളിഫയിങ് ലിമിറ്റ്. പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് 100% ഡിഡക്ഷൻ വിത്തൗട്ട് ക്വാളിഫയിങ് എമൗണ്ട് വരുന്നത്. നമ്മൾ പലപ്പോഴും CMDRFലേക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ടിലേക്കൊക്കെ ചിലപ്പോൾ ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിൽ പാൻ നമ്പർ അല്ലെങ്കിൽ പിൻകോഡ് ഇതെല്ലാം കമ്പൽസറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് CMDRF പാൻ ആൻഡ് അഡ്രസ്സ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് CMDRFൻ്റെ പാൻ നമ്പർ വരുന്നത്, പിൻകോഡ്, അഡ്രസ്സ്, ബാക്കി എല്ലാ ഡീറ്റെയിൽസുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കൃത്യമായി ഇത് ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് കോഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഡൊണേഷൻസ് ഇൻ ക്യാഷ് ഡൊണേഷൻസ് നിങ്ങൾക്ക് എലിജിബിലിറ്റി മാക്സിമം 2,000 രൂപ വരെയാണ് ക്യാഷ് ഡൊണേഷൻസിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ലഭിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും CMDRFലേക്ക് ബൈ ചെക്ക് വഴിയായിരിക്കാം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡൊണേഷൻസ് ഇൻ അതർ മോഡ് എന്നുള്ളതിൽ ഇവിടെ 50,000 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 52,000 വരെ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഡൊണേഷൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 80C കംപ്ലീറ്റ് ചെയ്തു, 80D കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 80G നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷേ നമ്മളത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു. സയൻറ്റിഫിക് റിസർച്ച് നമുക്ക് വരുന്നില്ല. ദെൻ 80TTB ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന് നിങ്ങൾക്ക് 1,50,000 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തുകയാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ എലിജിബിൾ ഡിഡക്ഷൻ വരുന്നത് 80TTB പ്രകാരം പരമാവധി 50,000 രൂപ വരെയാണ് നമുക്ക് ഡിഡക്ഷൻസ് വരുന്നത്. അപ്പോൾ 80TTBയുടെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻസ്
നമുക്കിവിടെ വരുന്നത് 3 ലാക്സ് റുപ്പീസാണ് ഡിഡക്ഷൻസ് വരുന്നത്. അതായത് 1.5 ലക്ഷം രൂപ ETCയിലും 80Dയിൽ 1 ലക്ഷം രൂപയും 50,000 രൂപ 80TTBയിലും. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ, നോർമലി നിങ്ങൾ എംപ്ലോയറുടെ അടുത്ത് ഈ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രോസ് വെരിഫിക്കേഷൻ അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ടോട്ടൽ ചാപ്റ്റർ 6A ഡിഡക്ഷൻ എൻഡേഡ് ഈസ് മോർ ദാൻ ദ ഡിഡക്ഷൻ ഡീറ്റെയിൽസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ, പ്ലീസ് റീവെരിഫൈ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ എംപ്ലോയർ ഇത്രയും അധികം കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻസുകളെല്ലാം ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും എംപ്ലോയർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള ഡിഡക്ഷൻസ് മാത്രം ക്ലെയിം ചെയ്യുക. ദെൻ കൺഫേം കൊടുക്കുക. ഇപ്പം നമ്മൾ 3 സെഗ്മെൻറ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ടാക്സ് പെയ്ഡ് എന്നുള്ളൊരു ടാബാണ് നമുക്ക് വരുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ സാലറി ഇൻകം. നമുക്കതിൻ്റെ ഷോ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. ബൈ ഡിഫോൾട്ട് നമ്മുടെ TDS റിട്ടേണിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും, ആഡ് അനദർ. പക്ഷെ അങ്ങനെ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡിഡക്ടർ, നിങ്ങളുടെ എംപ്ലോയറുടെ ടാൻ നമ്പർ നിങ്ങൾക്കറിയാം, നെയിം ഓഫ് ദി ഡിഡക്ടർ അല്ലെങ്കിൽ ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ്, അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കൊടുക്കാം. പക്ഷേ TDS റിട്ടേണിൽ നിന്നും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും സാലറി എമൗണ്ട് എല്ലാം ചിലപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സാലറി എമൗണ്ട് ആയിരിക്കില്ല ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പലപ്പോഴും 8 ലാക്സ് റുപ്പീസ് സാലറിക്ക് പകരം ചിലപ്പോൾ 4 ലാക്സ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. TDS അതർ ദാൻ സാലറി ഷോ ഡീറ്റെയിൽസ് നമുക്കിവിടെ വരുന്നത്, ഇതിൽ നമുക്ക് ട്രഷറി ഡെപ്പോസിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ 10% TDS പിടിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്തും കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അതിനും 10% TDS പിടിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഡെപ്പോസിറ്റ്സുകൾ നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് 16A നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് അനദർ എന്ന് കൊടുത്തിട്ട് ടാൻ നമ്പറും ബാക്കി ഡീറ്റെയിൽസുകളും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. നിങ്ങൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എന്തെങ്കിലും വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ TCS ഉണ്ടായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ TCS ഇവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ വിദേശത്തേക്ക് പണം അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ TCS വരാനായിട്ട് സാധ്യതയുണ്ട്. അഡ്വാൻസ് ടാക്സ് ഓർ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പെയ്ഡ്. നിങ്ങൾ എന്തെങ്കിലും അഡ്വാൻസ് ടാക്സോ സെൽഫ് അസസ്മെൻറ്റ് ടാക്സോ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമ്മൾ ആ ഡീറ്റെയിൽസ് കൂടി കൺഫേം ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇത്രയും സെഗ്മെൻറ്റുകൾ 4 സെഗ്മെൻറ്റുകൾ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്നുള്ളൊരു ടാബിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 8,98,000 രൂപയാണ്. ടോട്ടൽ ഡിഡക്ഷൻസ് 3 ലക്ഷം രൂപ വരുന്നുണ്ട്. ടോട്ടൽ ഇൻകം 5,98,000 രൂപയാണ്. ടാക്സ് പേയബിൾ ഓൺ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 29,686 രൂപയാണ്. അതിൽ റിബേറ്റ് 5 ലക്ഷത്തിൽ മുകളിൽ വരുമാനമായതുകൊണ്ട് തന്നെ റിബേറ്റ് ഇല്ല. ദെൻ ടാക്സ് പേയബിൾ ആഫ്റ്റർ റിബേറ്റ് 29,000 ആണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ടോട്ടൽ ടാക്സ് 30,873 രൂപയാണ്. നമുക്ക് ടാക്സ് ലയബിലിറ്റി ആയിട്ടുള്ളത് റിലീഫ് വരുന്നില്ല. ഇത് ഫോം നമ്പർ 10E ഫയൽ ചെയ്യുന്ന ആളുകൾക്കാണ് റിലീഫ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് അരിയർ സാലറി ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫോം നമ്പർ 10E ഫയൽ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഫോം നമ്പർ 10E ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോം നമ്പർ 10E റിലീഫ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ ബാലൻസ് ടാക്സ് വരുന്നത് 30,873 രൂപയാണ്. അപ്പോൾ ഇത് നമ്മൾ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ ഓൾറെഡി കൂടുതൽ ടാക്സ് ആണ് അടച്ചിരിക്കുന്നത്. 1,20,000 രൂപ TDS ഉണ്ട്. പക്ഷേ 30,000 രൂപ മാത്രമാണ് നമ്മളുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. നമ്മൾ പ്രൊസീഡ് കൊടുക്കുന്നു. യു ആർ എലിജിബിൾ ഫോർ എ റീഫണ്ട് ഓഫ് 89,890. നിയർലി 90,000 അടുത്ത് റീഫണ്ടാണ് ലഭിക്കുന്നത്. ഒരു സമ്മറി ഷീറ്റാണ് നമുക്ക് വരുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ്, ടോട്ടൽ ടാക്സബിൾ ഇൻകം, ടോട്ടൽ ടാക്സ് ആൻഡ് ഫ്രീ, ടോട്ടൽ ടാക്സസ് പെയ്ഡ്, ദെൻ റീഫണ്ട് എമൗണ്ട്. റിവ്യൂ റിട്ടേൺ എന്നുള്ളൊരു ടാബിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ്റെ പേജാണ് ഇവിടെ വരുന്നത്. അത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ടു പ്രിവ്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇന്ത്യൻ ഇൻകം ടാക്സ് റിട്ടേൺ അസസ്മെൻറ്റ് ഇയർ 23-24. നമ്മൾ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് കഴിയും. നമ്മളുടെ വരുമാനത്തിൻ്റെ ഡീറ്റെയിൽസ്, സാലറിയുടെ ഡീറ്റെയിൽസ്, നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നമ്മളുടെ ഹൗസിംഗ് ലോണിൻ്റെ ഡീറ്റെയിൽസ്, ഇൻകം ടാക്സ് റീഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ് ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഡിവിഡൻഡിൻ്റെ ബ്രേക്കപ്പ്, നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും 3 ലാക്സ് റുപ്പീസ് നമുക്ക് ഡിഡക്ഷൻസ് ലഭിക്കുന്നുണ്ട്. ടോട്ടൽ ഇൻകം ഇത്രയാണ്. ആ ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. വിത്ത് എഡ്യൂക്കേഷൻ സെസ് എത്ര രൂപയാണ് ടാക്സ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കാനുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ
അവസാനം ഒരു വേരിഫിക്കേഷൻ ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പ്രൊസീഡ് ടു വാലിഡേഷൻ. ഓക്കെ, നമ്മൾ പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കുമ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ചില എററുകൾ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൺസേൺ പാർട്ടിൽ പോയിട്ട് നിങ്ങൾ എററുകൾ കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക. ദെൻ പിന്നെ വരുന്നത് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്നുള്ളൊരു പാർട്ടാണ്. പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് 3 തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഇ വെരിഫൈ നൗ, അല്ലെങ്കിൽ ഇ വെരിഫൈ ലേറ്റർ, അല്ലെങ്കിൽ വെരിഫൈ വയ ITR-V. ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആധാർ OTP ഉണ്ട്, അല്ലെങ്കിൽ പ്രീ വാലിഡേറ്റഡ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെരിഫൈ ലേറ്റർ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനകം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ITR-Vയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 തരത്തിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ വെരിഫൈ ലേറ്റർ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഈ വെരിഫൈ നൗ കൊടുക്കാം. നമ്മൾ ഈ വെരിഫൈ നൗ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ വെരിഫൈ ചെയ്യുന്നത് എന്ന് നമുക്ക് ആധാർ OTP ജനറേറ്റ് ചെയ്തുകൊണ്ട് ഈ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് EVC ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ EVC വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ വെരിഫൈ ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പിന്നീടും ഈ വെരിഫൈ ചെയ്യാവുന്നതാണ്. 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ വെരിഫൈ ചെയ്യാം. നമ്മളിവിടെ ഓൾറെഡി EVC ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് പ്രീ വാലിഡേറ്റ് ചെയ്തതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ ആ EVC ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ അക്നോളജ്മെൻറ്റ് ലഭിക്കും. ഇപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ വിജയകരമായിട്ട് നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അക്നോളജ്മെൻ്റ് ആണ് നിങ്ങൾ കാണുന്നത്. അസസ്മെൻറ്റ് ഇയർ 2023-24 റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അതിൽ താഴെ എഴുതിയിട്ടുണ്ടായിരിക്കാം ഈ വെരിഫൈ ചെയ്ത റിട്ടേൺ ആയതുകൊണ്ട് അതിൽ താഴെ ഈ അക്നോളജ്മെൻറ്റ് ബാംഗ്ലൂർക്ക്, അതായത് CPCIയിലേക്ക് അയക്കേണ്ടതില്ല എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.